പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. I greet everybody, all the sisters, especially our special guest, Sam McNeil and her associate. I greet everybody. I'm really glad today. This is our Silver Jubilee meeting. That means last 25 years, God protected us, God helped us. He gave everything what we needed in our life. I'm really thankful to God. I really remember the first meeting. I was really fortunate to be a part of this region from the very beginning. Reverend late Woman Abraham took the leadership with the help of other pastors and brothers and made this conference possible. This conference is grown in size and popularity in last 25 years. The success of this conference is not due to anyone or anything, but it is Lord's doing, and it is quite marvelous in our eyes. From the very beginning, I told you I was there. My child told me, sister, you just do this ladies meeting. That time there was no official ladies coordinator or no official people, but Machan, we had a real good connection. He calls our house and we had a good friendship. So he told me, sister, you just do the meeting. So I accepted that and I've been doing that with the help of so many other devoted sisters. And different sisters from United States and also from India helped in preaching and also all the meetings from the very beginning. Almighty God is our Ebenezer. We did not come thus far, but He brought us thus far by grace and mercy. All glory and honor goes to our good Lord. നമുക്ക് സഹോദരിമാർക്ക് ഇത്രയും പേർക്ക് അധികം പേരില്ല എങ്കിലും ഇത്രയും പേർക്ക് കർത്തൃസന്നിധിയിലായിരിക്കാൻ ഇടയാക്കുറവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് റെസ്റ്റ് എടുക്കുവാനോ അതുപോലെ ഭവനത്തിൽ നമുക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ നമുക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടോ അല്ല, എന്നാൽ കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇത്രയും സഹോദരിമാർക്ക് കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ലോക്കൽ സഭകളിലാണെങ്കിലും സഹോദരിമാരുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ സഹോദരിമാർ അധികം കടന്നു വരാറില്ല. എന്നാൽ ഞാൻ സഹോദരിമാരെ ഓർപ്പിക്കട്ടെ, സഹോദരിമാരുടെ മീറ്റിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് എടുക്കണമെങ്കിൽ സഹോദരിമാർക്ക് തന്നെ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. കാരണം അവർക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം, അവർക്ക് അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, അതുപോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, അങ്ങനെ മറ്റുള്ളവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എന്നെങ്കിലേ സഹോദരിമാരുടെ മീറ്റിംഗ് വിജയിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണ് നാം കണ്ടുവന്നിരിക്കുന്നത്. കർത്തൃസേവയിൽ നമുക്ക് സഹോദരിമാർക്ക് വലിയ പങ്കുണ്ട്, ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. കാരണം ആദ്യം മുതലേ നാം കണ്ടുവരുന്നുണ്ട് സഹോദരിമാർക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം, അത് അത്യാവശ്യമായ കാര്യമാണ്. എത്ര ബിസി ആയാലും എത്ര നമുക്ക് ചെറുതായ അസുഖങ്ങൾ വന്നാലും നമുക്ക് ജോലി കടന്നു പോകും. എന്നാൽ സഹോദരിമാരുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടുകാര്യങ്ങളുണ്ട്, എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ഒക്കെയും പല കാര്യങ്ങൾ പറഞ്ഞ് നാം പലപ്പോഴും ഒഴിയാറുണ്ട്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, പ്രത്യേകിച്ച് 25 വർഷം നമ്മൾ കാണുന്നത് നമ്മൾ സിൽവർ ജൂബിലിയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമെങ്കിലും നാം തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് എത്രയോ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു, എത്രയോ രോഗങ്ങൾ നമ്മെ വിടുവിച്ചു, എന്തെല്ലാം ആഴ്ചകൾ നമ്മെ വിടുവിച്ചു. 25 വർഷം എന്നല്ല, നമ്മുടെ ജീവിതത്തിലെ ആരംഭം മുതൽ നോക്കിയാൽ എത്രയോ ദൈവം നമ്മെ സഹായിച്ചു. നാം എവിടെയായിരുന്നു, കർത്താവ് നമ്മെ എന്തുമാത്രം അനുഗ്രഹിച്ചു, ഏതെല്ലാം രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എത്രയോ അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ മഹാദയ. നാം ദൈവസന്നിധിയിൽ നാം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നാം ദിനംതോറും നിമിഷം തോറും കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് സഹോദരിമാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായി കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കേണ്ടത്. നാം ഇനി പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നാം ചെറുപ്പം മുതലേ അവർ നമ്മളെ കരയിക്കുന്നതിന് മുമ്പേ നാം കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അവർ നമ്മെ കരയിക്കുകയില്ല. എന്നാൽ നമുക്ക് വളരെ ചുമതലയുണ്ട് പ്രാർത്ഥിപ്പാൻ. നാം 25 വർഷത്തെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആദ്യകാലങ്ങളിൽ തുടങ്ങിയ കാലങ്ങളുള്ളതിൽ എത്രയോ സഹോദരിമാർ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു, സഹോദരന്മാർ നമ്മൾ മാറ്റപ്പെട്ടു, കർത്തൃദാസന്മാർ നമ്മൾ മാറ്റപ്പെട്ടു. എന്നാൽ കർത്താവ് നമ്മെ എത്രയും പേരെ സൂക്ഷിച്ചു,
സഹായിച്ചു. ഈ ആപത്തവളങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പട്ടണത്തിൽ നമ്മെ സഹായിച്ചു. നമുക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നാം ദിവസങ്ങൾ കടന്നു വന്നത്. ദാനിയേലിനെ പോലെ നമുക്ക് സമയമില്ലായെങ്കിലും നാം സമയം കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തോട് പറ്റിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നാം ബൈബിളിൽ നോക്കിയാൽ എത്രയോ പേർ ദൈവത്തോട് പറ്റിച്ചേർന്ന് അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്. നമുക്ക് അബ്രഹാമിനെ നോക്കാം. അബ്രഹാം ഒരു കൂടാരവാസിയായിരുന്നുവെങ്കിൽ ആരാധനാപ്രിയനായിരുന്നു. അപ്പോഴും ദൂതന്മാരെ അറിയാതെ സ്നേഹിച്ചു, സേവിച്ചു. അതുപോലെ തന്നെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് അവസാന നിമിഷമാണെങ്കിലും അനുഗ്രഹം പ്രാപിച്ചത് നാം കാണുന്നു. മോശയെ നമുക്ക് നോക്കാം. മോശയാണെങ്കിലും വിക്കനായിരുന്നു. എന്നാൽ അങ്ങനെ പല വഴികളും ദൈവത്തോട് പറഞ്ഞുവെങ്കിലും കർത്താവിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടതുകൊണ്ട് ഇസ്രായേൽ ജനത്തെയും ഇസ്രായേലിൽ നിന്ന് യാത്ര പുറപ്പെടുവാൻ മോശ കൊണ്ട് സാധിച്ചു. അതുപോലെ സഹോദരിമാരെ, ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, വേർതിരിച്ചു എങ്കിൽ, ദൈവം പറയുന്നത് കേട്ട് നാം അനുസരിച്ചാൽ നമ്മെ കൊണ്ട് അധികം കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും. അത് തീർച്ചയാണ്. അതുപോലെ യോശുവയെ നമുക്ക് നോക്കാം. യോശുവ പറയുന്നത് എന്താണ്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്കും അറ്റ്ലീസ്റ്റ് മറ്റൊന്നും ഇല്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയാൻ നമുക്ക് തീർന്നെങ്കിൽ എത്ര നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. നമുക്കതുപോലെ തന്നെ നോക്കാം. ഹന്നാ പ്രവാചകനെ നോക്കാം. വളരെ പ്രായമുള്ള സഹോദരിയാണെങ്കിലും ദൈവാലയം വിട്ടുമാറാതെ ദിവസത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചു വരുന്നു. മശിഹായെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അതുപോലെ നമ്മുടെ ഇടയിൽ എത്രയോ സഹോദരിമാരുണ്ട്. ഡ്രൈവ് ചെയ്ത് വെളിയിൽ പോകുവാനൊക്കത്തില്ല. അതുപോലെ പ്രായം ചെന്നവരാണ്, അല്ലെങ്കിൽ ശരീരത്തിന് സൗഖ്യമില്ല. എന്നാൽ അവർക്ക് ചെയ്യാൻ നോക്കുന്നത് ഹന്നാ പ്രവാചകയെ പോലെ ഭവനത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്താൽ നാം അങ്ങനെ ആദ്യകാലങ്ങളിൽ എത്രയോ അമ്മച്ചിമാർ, നമ്മുടെ മാതാക്കൾ പ്രാർത്ഥിച്ചാണ് സുവിശേഷന്മാരെ വാർത്തെടുത്തത്. അങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പെരീനമാർ നമ്മുടെ ജീവിതത്തിൽ വരും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അങ്ങനെ പെരീനമാർ കടന്നു വരുമ്പോൾ ദൈവമേ പെരീനെ തന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ശമൂവേൽ പ്രവാചകനെ പോലെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ സഹോദരിമാരെ നമുക്ക് പലപ്പോഴും ലോകത്തിൽ അതുപോലെ പല സ്ഥാനങ്ങളിൽ നമുക്ക് സ്ഥാനം തന്നില്ല എങ്കിലും നമുക്കൊന്നറിയാം, ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവ് നമുക്ക് പ്രതിഫലം തരും. മറ്റാരും കണ്ടില്ല എങ്കിലും, മറ്റാരും കണ്ടു തന്നില്ല എങ്കിലും ദൈവം നമ്മെ സഹായിക്കും, വിടുവിക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സഹോദരിമാരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അതായത് ഒരു പ്രഥമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവ് ഉച്ച കഴിയുന്ന സമയത്ത് ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഒരു ചവല് തലയിലിട്ട് കണ്ണുകൾക്ക് പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ അമ്മച്ചിയെ ഓർക്കുമ്പോൾ എൻ്റെ അമ്മച്ചി 84 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഞാനെപ്പോഴും എൻ്റെ അമ്മച്ചി ഓർക്കുമ്പോൾ ആ ഒരു സീനാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ആ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സീൻ ഞാൻ ഓർക്കുമ്പോൾ കർത്താവേ, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹം പ്രാപിച്ചു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചെങ്കിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുന്നത് എന്നത് ഏറ്റെടുത്തുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ സഹോദരന്മാരായ നമ്മളെ ഓരോരുത്തരും നമ്മളെ മറ്റു ജോലികളായിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് പോലെ തന്നെ നാം കണ്ണുനീരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നമ്മെ സഹായിച്ചു. നാം ഒന്നുമില്ല, നാം വന്നതല്ല, കർത്താവ് നമ്മെ കൊണ്ടുവന്നതാണ്. മറ്റുള്ളവർ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ദേശത്ത് എത്രയോ നന്മ അനുഭവിക്കുന്നു. ഓരോ ദിവസവും ഓരോ നന്മ അനുഭവിക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ദിവസം കണ്ണുനീരൊഴുക്കാതെ ഞാൻ ഇരിക്കുകയില്ല. കാരണം എൻ്റെ ദൈവം ചെയ്ത വിഷമം കൊണ്ടല്ല, എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ കർത്താവേ, ഞാനിതൊന്നുമില്ല, നീ തന്നതാണ്, നീ കൊണ്ടുവന്നതാണെന്ന് അനുഗ്രഹം ഓരോന്നും ഓർക്കുമ്പോൾ ദൈവസ്ഥലിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവസ്ഥലിൽ ഓരോ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും, എനിക്ക് പല അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ ഒത്തിരി പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസമെങ്കിലും നമ്മെ ഇവരെയും കർത്താവ് അവൻ്റെ വരവരെയും നമ്മുടെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.